ഹലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ദിബ്യയോട് ഇവിടെ പറയുന്നു. ദിബ്യ വന്ന് ഇവിടെ പറയുകയാണ്. നേരെ നേരെ അജ്മാൻ ആൻഡ് ഷാർജ ബൈ. അപ്പൊ അജ്മാനിലെ സൗഹൃദങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് പോവുകയാണ്. ഇനി എന്നാണ് അജ്മാനിലേക്ക് ഫുജേറയിലേക്ക് ഒരു പിടുത്തമില്ല ദിബ്യയ്ക്ക്. ഓക്കെ, അപ്പോൾ ദിബ്യ ഇവിടെ പറയുന്നു. ദിബ്യയിലെ സുഹൃത്തുക്കളെ ഒന്ന് ആശ്മിക ഒന്നിരിക്കും നോക്കടോ. അപ്പോൾ ക്യാമറമാൻ അശ്ം അമൂദിക്കൊപ്പം ഷാനി ഫൈറൂർ. ദിബ്യ ഇവിടെ പറയുന്നു. ഹലോ. അപ്പോൾ റണ്ണിങ് ആണ് മക്കളെ. ബാക്കിലിതാ ഒരു കഥാപാത്രം ഇരിക്കണ കണ്ടില്ലേ? നമ്മളുടെ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ 2 പ്രൊജക്റ്റാണ് നമ്മൾ റിലീസാക്കിയത്. ഒന്ന് നീയും നിലാവ് എന്ന് പറയുന്ന ഒരു പാട്ട് സലീം കൊടുത്തൂർ പാടിയത്, അതുപോലെ നജീം അർഷാദ് പാടിയ ഒരു പാട്ട്. 2ൻ്റെ ലിറിക്സ് അൻവർക്ക് തന്നെയാണ്. അപ്പോൾ അൻവർ ഖാനൊക്കെ ദിബ്ബയിൽ വന്നിട്ട് പരിചയപ്പെടാൻ പറ്റി. കാരണം വളരെ സ്നേഹമുള്ളൊരു കലാകാരനാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് പ്രവാസ ലോകത്ത് കല എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന പ്രവാസികളിൽ ഒരാളാണ്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ നല്ല നല്ല ലിറിക്സുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ. അപ്പോൾ ഞാൻ ദിബ്ബ ഇവിടെയാണ്. ദിബ്ബയിലെ കുറച്ച് ഫ്രണ്ട്സുകളിൽ ഉള്ള ഒരു ഫ്രണ്ട്സാണ് ആയിരിക്കും കേട്ടോ അൻവർ ഭായി. ഓക്കെ, സന്തോഷം അൻവർക്കാ. പോട്ടെ. അതെ, ഞങ്ങള് ദുബായി പോയിട്ട് മൂപ്പാൾക്ക് താത്താടത്ത് പോവാണ്ട്. അത് കഴിഞ്ഞിട്ട് താത്താടത്ത് പോയിട്ട് പണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ദുബായി പോവുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ മക്കളെ, ഞങ്ങള് ഷാർജയിൽ എത്തിയിരിക്കുകയാണ്. ഇതേ ലൊക്കേഷൻ ഷാർജ. അതന്നെ. അൻവർക്കാക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഷാർജയിൽ അറ്റൻഡ് ചെയ്തിട്ട് വേണം ദുബൈയിലേക്ക് പോകാൻ. ഷാർജയിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ടുവിടാണ്ടല്ലോ, എന്ത് വൃത്തിയാ.
മക്കളെ ഷാർജയിലെത്തി സ്പീഡ് ഓഡിയോസ് നമ്മളുടെ മൂവി യൂട്യൂബ് റൈറ്റ്സ് ഒക്കെ എടുത്ത സ്പീഡ് ഓഡിയോസിലേക്കാണ് പോകുന്നത്. ചെറിയൊരു മീറ്റിംഗ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോള എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മീറ്റിംഗ് സ്പീഡ് ഓഡിയോസിൽ. അത് കഴിഞ്ഞാൽ നേരെ ദുബായ്. സ്പീഡിന് നമ്മുടെ എനിക്ക് ആളെ പരിചയപ്പെടും. എനിക്ക് മമ്മൂട്ടിനെ കാണാനുള്ള എങ്ങനെയും ചാൻസ് ഉണ്ടാക്കി തരാം. അവിടെ ആളുണ്ടെങ്കിൽ നമുക്ക് കാര്യം ഞാൻ പറഞ്ഞു. ഇതാരെ കബീറ? ഇത് റഷീദ്. അവര് കേച്ചരിക്കാറില്ല ശരിക്കും. അല്ല. അപ്പൊ ഈ അവരുടെ ഏതാണ് പഴയ സത്താർ ഗായകൻ? സത്താർക്കയുടെ മക്കൾക്ക് ഉണ്ടല്ലോ പരിപാടി. മക്കളെ, അപ്പോൾ ഞങ്ങൾ ഷാർജ കഴിഞ്ഞ് ദുബൈയിലേക്ക് എത്തിയിട്ടാ. ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങളിൽ ഷമീർഖാനെ കണ്ടിട്ട് എന്താണ് ബാക്കി പ്ലാനിങ് എന്നുള്ളത് ഷമീർഖ വെയിറ്റിംഗിലാണ്. അങ്ങനെ മക്കളെ, ദിബയിൽ നിന്നും ഷാർജ ടു ദുബായ് യാത്ര വളരെ മനോഹരമായിരുന്നു. പകൽ വൈബും രാത്രി വൈബും ആസ്വദിച്ചുള്ള സുഖമുള്ള ഒരു യാത്ര. കൂടെ ക്യാമറമാൻ ഹാഷിം കയും അതുപോലെ പ്രിയ എഴുത്തുകാരൻ അൻവർ ഷാ യുവതാരയും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ യാത്രയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഒരു പക്ഷേ വിസിറ്റിങ്ങിനൊക്കെ പോകുന്ന പ്രവാസികൾക്ക് അല്ലെങ്കിൽ UAE കാണാൻ വേണ്ടി പോകുന്നവർക്ക് പോലും ഈ നൈറ്റ് റൈഡൊന്നും ആസ്വദിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ കലാകാരന്മാർ എല്ലാവരും നൈറ്റ് റൈഡ് ആസ്വദിച്ച കലാകാരന്മാരായിരിക്കും. ഒരുപാട് സന്തോഷം കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ക്യാമറമാൻ ഹാഷിം കാക്കും അതുപോലെ പ്രിയ എഴുത്തുകാരൻ അൻവർ ഷാ യുവതാരം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.